തീർത്തും നിരാശാജനകമെന്നാണ് പുതിയ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനത്തെ പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. വികസനത്തിനുള്ള ദിശാബോധം നയപ്രഖ്യാപനം മുന്നോട്ട് വെക്കുന്നില്ല. പുതുതായി പ്രഖ്യാപിച്ചുവെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും മുൻ സർക്കാരിന്റെ നയങ്ങളാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി. ഞങ്ങൾ ഗവൺമെന്റ് വന്ന ശേഷം ആദ്യത്തെ ഒരു നയപ്രഖ്യാപനമായതുകൊണ്ട് കൂടുതലായി ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ ഗവൺമെന്റിന്റെ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്കുള്ള വിരൽ ചൂണ്ടലായി കാണുകയാണെങ്കിൽ ഇത് നിരാശാജനകമാണ്. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന സർക്കാർ നിലപാടിനെയും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. ഇപ്പോൾ ഒരു മാസമേ ആയാലും ഈ ഗവൺമെന്റ് വന്നിട്ട് നയപ്രഖ്യാപനത്തിൽ പറയുന്നു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിന് കാരണമെന്ന് ഗവൺമെന്റ് ഫർദറായിട്ട് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ ഗവൺമെന്റ് UDF ഗവൺമെന്റ് അല്ല എന്ന് ഉത്തരവാദി. UDF ഗവൺമെന്റ് 1643 കോടി രൂപ മിച്ചം വെച്ചിട്ടാണ് പോയത്. അപ്പോൾ ഇത് അവാസ്തവ പ്രസ്താവനയാ, അല്ലെങ്കിൽ ഇവർ താറുമാറാക്കി എന്നുള്ളതാണ്. മുല്ലപ്പെരിയാറിൽ വീണ്ടും പഠനത്തിന്റെ ആവശ്യമില്ല. പുതിയ ഡാം നിർമ്മിക്കുകയാണ് വേണ്ടത്. പൂട്ടിയ ബാറുകൾ തുറക്കുന്നുവെന്ന സൂചനയാണ് നയപ്രഖ്യാപനത്തിലുള്ളതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മീഡിയ 1 തിരുവനന്തപുരം.